ഇന്നിതിലേ മഴ മണ്ണൊഴിയേ ഒരു പുഞ്ചിരിയേ കണി കണ്ടുണരേ. ഇത്തവണത്തെ LDCയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ സൈലം PSC തീർത്ത ചരിത്രം നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട LDC 1ാം റാങ്ക് നേടിയ അഞ്ജനയുടെ വീട്ടിലാണ്. അഞ്ജനയുടെ കുടുംബമൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ഈ വിജയം ഒന്ന് ആഘോഷിക്കാം. അഞ്ജനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. ഈ LDC 1ാം റാങ്കിലേക്കുള്ള യാത്രയിൽ അഞ്ജന എങ്ങനെയാണ് പോയത്, അഞ്ജനയുടെ പഠന രീതികളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് പോയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഈ പത്തനംതിട്ട ജില്ലയിൽ PSC എക്സാം എഴുതുന്ന ആളുകൾക്ക് പൊതുവെ ഈ ജില്ലയിൽ എഴുതാൻ ഭയങ്കര പേടിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പത്തനംതിട്ട ജില്ല കമ്പാരിറ്റീവ്ലി ചെറിയ ജില്ലയാണ്, പിന്നെ വേക്കൻസികൾ കുറവാണ്. അപ്പം മിക്കവാറും ആളുകളൊക്കെ വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ ആയിരിക്കും LDയും LGSും ഒക്കെ വെക്കുക. ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, മറ്റു പല ജില്ലകളിലെ ആളുകളാണ് ഇവിടെ വന്ന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മിക്കവാറും റാങ്ക് ലിസ്റ്റിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പറയട്ടെ, പത്തനംതിട്ട എൻ്റെ ജില്ല ആയതുകൊണ്ടും ഇവിടുത്തെ ജില്ലയിൽ 1ാം റാങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ വെച്ച് 73ഓളം മാർക്ക് വാങ്ങി ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിയതിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ പത്തനംതിട്ട ജില്ല തന്നെ LDCക്ക് വെക്കാനുള്ള ചെയ്തോകാരം എന്തായിരുന്നു? ജില്ല മാർക്ക് കൊടുക്കാനൊന്നും തോന്നിയില്ല? ഞാൻ പൊതുവെ എൻ്റെ ജില്ല തന്നെയാണ് വെക്കാറ്. അങ്ങനെ ജില്ല മാറിക്കൊടുത്ത് അങ്ങനെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ നോക്കി ഞാൻ പത്തനംതിട്ട ജില്ല മാത്രമേ ഇതുവരെ വെച്ചിട്ടുള്ളൂ. ഡിസ്ട്രിക്ട് വൈസ് എക്സാം വരുമ്പോൾ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറെ ഒരു ജില്ലയും പരീക്ഷിച്ചിട്ടില്ല. കിട്ടുവാണെങ്കിൽ സ്വന്തം ജില്ല. അതെ അതെ, സ്വന്തം ജില്ല കിട്ടണം. എത്ര കാലം PSC പഠിച്ചു? PSC ഞാൻ BTech ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ട് പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സൺഡേ ക്ലാസ്സിനൊക്കെ പോയി ഇടയ്ക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ PSC തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതിയത് 2024 മുതലാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 2-3 എഴുതി. എത്രാമത്തെ എക്സാം? കുറേ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓർമ്മയില്ല. ചുമ്മാ റാൻഡമായിട്ടൊക്കെ പോയി പഠിത്തം കഴിഞ്ഞിട്ട് ചുമ്മാ റാൻഡമായിട്ടൊക്കെ പോയി എഴുതിയിട്ടുണ്ട്. അതായത് ആത്മാർത്ഥമായി പഠിച്ചെഴുതുന്ന ആദ്യത്തെ എക്സാം ആയിരുന്നു എന്ന് വേണേ പറയാം. അഞ്ജന പഠിച്ച രീതി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര നേരം അഞ്ജന പഠിച്ചു, എങ്ങനെയൊക്കെയാണ് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോയെന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. എങ്ങനെയായിരുന്നു അത്? ഞാൻ ശരിക്കും 2024 ശരിക്കും ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ 2024 ജനുവരി 1 ഞാനൊരു ഡയറി എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം എന്താ പഠിക്കേണ്ടതെന്നുള്ള ടൈം ടേബിൾ റെഡിയാക്കി. എന്നിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ സ്ട്രിക്ട്ലി നോക്കി. അങ്ങനെ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് അങ്ങനെ ഓരോ ദിവസം അങ്ങനെ എഴുതി ലാസ്റ്റ് ഇപ്പം വീക്കെൻഡ് സൺഡേ ഒക്കെ ആകുമ്പം ആ ഒരു 1 വീക്കിൽ ഫുള്ള് റിവൈസ് ചെയ്തു. അങ്ങനെ പോയി. പിന്നെ PYQs ചെയ്യായിരുന്നു, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ PYQs ചെയ്യായിരുന്നു. PYQ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OMR ഷീറ്റിൽ തന്നെ ടൈം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. അത് നന്നായിട്ട് യൂസ്ഫുള്ളായി. റിവിഷനാണ് മെയിനായിട്ട് ചെയ്തത്. എത്ര നേരം പഠിക്കുമായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നൈറ്റ് ആയിരുന്നു കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞ പിന്നെ നൈറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം കുഞ്ഞ് നേരത്തെ ഉറങ്ങണമായിരുന്നു. അപ്പം ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ ഒരു 3:45 ആകുമ്പോഴത്തേക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് അങ്ങനെ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് പിന്നെ ഡേ ടൈമിൽ കിട്ടുന്ന സമയമൊക്കെ പഠിച്ചു. അവരൊന്നും നോക്കിയല്ല, ഞാൻ പറഞ്ഞു ഞാൻ പോർഷൻ തീർക്കണം എന്നുള്ള രീതിയിൽ ആ പോർഷൻ തീരുന്നിടം വരെ പഠിച്ചു. എഴുതി പഠിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? ഇല്ല, എഴുതി പഠിക്കുന്ന ശീലമില്ല. ഞാൻ വായിച്ചാണ് പണ്ട് തൊട്ട് അങ്ങനെ ശീലിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാത്സും അങ്ങനത്തെ മാത്രം എഴുതി നോക്കും, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കും. അല്ലാതെ ബാക്കിയെല്ലാം വായിച്ച് പഠിച്ചു. അതെ. കുറേ പേരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നൊക്കെ. ബസ്സിലൊക്കെ പോകുമ്പോഴും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനത്തെ ശീലം അടുക്കളയിൽ അങ്ങനെ
പോവാറില്ല, അമ്മയായിരുന്നില്ല. ബാക്കി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ടിലും മൊബൈലും വെച്ച് ക്ലാസ്സും കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കും. തീരെ ഒരു 6 months ഒക്കെ ആയിരുന്ന സമയമായിരുന്നു LD സമയത്ത്. അപ്പം അമ്മയച്ഛനാണ് ഫുൾ ടൈം കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മയാണ് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ടായിരിക്കും ജോലി ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ പഠിക്കാനായിട്ട്? മെറ്റീരിയൽസ് ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ക്ലാസ്സസ് മാത്രം, ഓൺലൈൻ ക്ലാസ്സസ് മാത്രം. അതായത് ക്ലാസ് കണ്ടതിന് ശേഷം ഇനി എക്സ്ട്രാ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട് റാങ്ക് ഫയൽ വായിക്കുമായിരുന്നു? അതെ, എല്ലാ ടോപ്പിക്കും റാങ്ക് ഫയൽ ഒരു വട്ടം വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ LDC പ്രിപ്പറേഷനിൽ സൈലത്തിലേക്ക് എങ്ങനെ വന്നു? സൈലത്തിലേക്ക് ഞാൻ വന്നത്, സൈലത്തിൻ്റെ ഞാൻ ഫൈനൽ ലാപ്പ് എടുത്ത് റിവിഷൻ കോഴ്സ്. സാധാരണ നമ്മൾ കാണുന്ന റിവിഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും, അങ്ങനെ പോകായിരിക്കും. പക്ഷെ സൈലത്തിലെന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ആ ടോപ്പിക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വീക്കായിട്ട് എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് എനിക്ക് ഒന്നും ABCD അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ശരത് സാറിൻ്റെ ക്ലാസ്സസ് ഞാൻ നേരത്തെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്കണോമിക്സിന് വേണ്ടിയിട്ടാണ് എടുത്തതെന്ന് പറയാം. അപ്പം സാറിൻ്റെ ക്ലാസ്സസ് കണ്ടു. അപ്പം അതിനകത്തുനിന്ന് എനിക്ക് എക്കണോമിക്സിനകത്തൊരു ബേസ് സെറ്റായി. നേരത്തെ എക്കണോമിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഈ LDCയുടെ സിലബസ് വന്ന സമയത്ത് LDCയുടെ സിലബസ് പ്രിന്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു? എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും തീർത്തക്ക രീതിയിൽ ടിക്ക് ചെയ്ത് തന്നെ പോകുന്നുണ്ടായിരുന്നു? അതെ, ഓരോ ടോപ്പിക്കും കവർ ആയോ നോക്കി പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുമായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയം നോക്കി ടൈം വെച്ചിട്ട് 1.25 മണിക്കൂർ ടൈം വെച്ചിട്ട്, 1.5 അല്ല 1.25 വെച്ചിട്ടുണ്ട്. 1.25 വെച്ചിട്ട് അതിനുള്ളിൽ തീർക്കാനായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അനാലിസിസ് ചെയ്തിട്ട് എന്തൊക്കെയാ തെറ്റിയെ ഏതൊക്കെയാ പോയെന്ന് വെച്ച് അത് നോട്ട് ചെയ്ത് വെച്ച് അതൊന്നുകൂടെ റിവൈസ് ചെയ്ത് അങ്ങനെ ചെയ്യാമായിരുന്നു. അതിൽ കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പോർഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ലാസ്റ്റ് മന്ത് ആ റിവിഷൻ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യും. അപ്പോൾ അഞ്ജന പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് കൃത്യമായും നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് മാക്സിമം തീർത്ത് തന്നെ ടോപ്പിക്ക് പോകണം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതായത് ഏത് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നോ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാവോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും വീക്ക് സബ്ജക്ട് എക്കണോമിക്സ് ആണ് എന്ന് പറഞ്ഞു. ഏറ്റവും സ്ട്രോങ് സബ്ജക്ട് ഏതായിരുന്നു? ഏറ്റവും സ്ട്രോങ് മാത്സ്. അടിപൊളി. അപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷും മലയാളം ഈ ഏകദേശം 30 മാർക്കിനുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? മാത്സ് എനിക്ക് ബേസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷും ഗ്രാമർ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൊക്കാബുലറി ആയിരുന്നു. അത് ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് ഏകദേശം സെറ്റാക്കി. എക്സ്ട്രാ പഠിക്കുന്നുണ്ടായിരുന്നു വൊക്കാബുലറി? അതോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് മാത്രം നോക്കി പോവായിരുന്നു? അല്ല, കിട്ടുന്ന ഈ ടെലഗ്രാമിൽ പോൾസ് ഒക്കെ കിട്ടുന്നതെല്ലാം ചെയ്ത് ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ LDCയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ആദ്യ 2 പരീക്ഷകളെ വെച്ച് നോക്കിയാൽ നമ്മൾ എക്കണോമിക്സ് ആദ്യ 2 പരീക്ഷയിൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു. നമ്മൾ കാര്യമായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെന്ന് പോകുന്നത്. പിന്നെ പക്ഷെ ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിരുന്നു. മാത്സിൽ ഒരു 3-4 ചോദ്യങ്ങൾ ടൈറ്റ് ആയിരുന്നു. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആ മൊമെന്റിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ തുറന്ന് കാണുന്ന മൊമെന്റിൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്തത്? ശരിക്കും ഞാൻ ആ ക്വസ്റ്റ്യൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ആദ്യം തോന്നി, അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിപ്പോയി. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പം ആർട്സ് ഒക്കെ വന്നപ്പം ഒന്നും അറിയത്തില്ല, ഭയങ്കര ടഫായിരുന്നു. പിന്നെ മാത്സിൽ എനിക്ക് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ കിട്ടാത്ത, ബാക്കിയൊക്കെ കിട്ടും. ഇംഗ്ലീഷ് ഫുള്ളുണ്ടായിരുന്നു, ഫുള്ള് കിട്ടി. മലയാളം എളുപ്പമാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ മലയാളത്തിന് 3 കിട്ടിയില്ല, നെഗറ്റീവ് അടിച്ചു. ചില ആളുകൾ പറയാറുണ്ട് പരീക്ഷ എഴുതി തുടങ്ങുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നിന്ന്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നായിരിക്കും ചിലർ തുടങ്ങുന്നത്. ചിലർ ഓർഡറിലേ ആയിരിക്കും ചെയ്തു വരുന്നത്. മോൻ എങ്ങനെയായിരുന്നു ചെയ്തു തുടങ്ങിയത്? ഞാൻ ഓർഡറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ പരീക്ഷയും ഓർഡർ? എല്ലാ പരീക്ഷ അങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു ടൈം വെച്ചിട്ടുണ്ടായിരിക്കും. ആ ടൈമിനുള്ളിൽ GK പോർഷൻ തീർത്തിട്ട് മാത്സ് എടുക്കും. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതെനിക്ക്
കിട്ടണം എന്നൊരു ഇതുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തോന്നിയിരുന്നോ ജോലി കിട്ടുമെന്ന്? ഇല്ല, പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. എക്സാമിൻ്റെ അന്ന് സാറിൻ്റെ അനാലിസിസ് കണ്ടപ്പം നോക്കിയപ്പം എനിക്ക് 75 അത്രത്തോളം എത്രയോ മാർക്ക് കിട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് അതിന് മുമ്പ് നടത്തിയ എക്സാമിനൊക്കെ ട്രിവാൻഡ്രം LD ഒക്കെ 86 എന്തോ കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളുടെ LDയുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് മാർക്ക് പോൾ ചെയ്ത് അതൊരു ഡെമോ റാങ്ക് ലിസ്റ്റ് ഇട്ടു. അപ്പോഴാണ് കുറച്ചൊരു ആശ്വാസം വന്നത്. ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ എന്ത് തോന്നി? ഫസ്റ്റ് റാങ്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഫസ്റ്റ് റാങ്ക് എന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിറക്കി വരുന്നത്. സ്വന്തമായിട്ട് നോക്കിയിട്ടാണോ ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിഞ്ഞ, അതോ ആരെങ്കിലും വിളിച്ചു പറയായിരുന്നു? അല്ല, സ്വന്തമായിട്ട് നോക്കായിരുന്നു. അമ്മ അപ്പൊ അടുത്ത് വന്നായിരുന്നു. അപ്പൊ വയനാടിന്റെ ആദ്യം ഔട്ടായി. അപ്പൊ വയനാട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ വയനാടിന്റെ വന്നു തന്നെ. അപ്പൊ അമ്മ പറഞ്ഞു ഇനി ചിലപ്പോൾ പത്തനംതിട്ട ആയിരിക്കും വരുന്നത്, നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ടെലഗ്രാമിൽ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നു, പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൊഫൈലിൽ വന്നപ്പോൾ പ്രൊഫൈല് ചെക്ക് ചെയ്തപ്പോൾ റാങ്ക് നമ്പർ 1 എന്ന് കണ്ടു. റാങ്ക് നമ്പർ 1 എനിക്ക് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഈ PDF ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് റാങ്ക്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അമ്മ അതേ വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഫസ്റ്റ് റാങ്ക്. ശരിക്കും അങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്. അമ്മയും അച്ഛനും മദറിലും ഒക്കെ എന്ത് പറഞ്ഞു ഫസ്റ്റ് റാങ്ക് കണ്ടിട്ട്? എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇത്രയും നാളെ കഷ്ടപ്പെട്ടതിന് റിസൾട്ട് ആയല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും ഹാപ്പി. എനിക്ക് ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? ഹസ്ബൻഡ് ഇടയ്ക്ക് പറയായിരുന്നു ഇനി ചിലപ്പോൾ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാലോ എന്ന് എന്നോട് ചുമ്മാ ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് റാങ്ക് എന്തായാലും കിട്ടത്തില്ല, ആദ്യത്തെ എന്തെങ്കിലും റാങ്ക് കിട്ടുമായിരിക്കും എന്ന്. ഫസ്റ്റ് റാങ്ക് എന്ന് കണ്ടപ്പം പുള്ളി ഭയങ്കര ഹാപ്പി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയായില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞായ സമയമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് ചോദ്യം കേൾക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെ ചോദിച്ചാലും ഞാൻ പറയാം ഉണ്ടല്ലോ, PC പഠിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് കുറച്ചുകൂടെ ആയിട്ട് ഞാൻ ജോലിക്ക് പോവാം എന്നുള്ള രീതി ഞാൻ ആ ചോദ്യം അതെ മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അതായത് എപ്പോഴെങ്കിലും, അതായത് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ നിർത്താം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഇത് ഓവർകം ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഞാൻ ഇപ്പോൾ എൻജിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ നിൽക്കണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതോ എൻജിനീയറിംഗിലേക്ക് ഇനി പോയാലോ? ഞാൻ കരിയറിൽ കുറച്ച് ബ്രേക്ക് വന്നുകൊണ്ട് പിന്നെ ഞാൻ ഇനിയും പോയാലും എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതേ ഉള്ളൂ, എൻ്റെ ലാസ്റ്റ് വേ ഇതാന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. ഇത് ഇനി എക്സാംസ് എഴുതാൻ പറ്റും, പക്ഷെ എന്നാലും ഞാൻ തീരുമാനിച്ചു ഇതെൻ്റെ ലാസ്റ്റ് എക്സാം. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് വേണം ചെയ്യാനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തു. ഇനി ഈ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പം ഈ ഫീൽഡിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പം പിന്നെയും മാറിയാലോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള രീതി കണ്ട് ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് ഈ പഠന സമയത്ത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ കാണാറേയില്ല, അതായത് മൊബൈലൊക്കെ ഓഫായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കൂടുതലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഫോണിൽ കൂടെ തന്നെയാണ്. യൂട്യൂബ് ആയാലും ക്ലാസ്സസ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആയാലും എല്ലാം മൊബൈലിൽ തന്നെയാണ്. മൊബൈൽ ഞാൻ മാറ്റി വെച്ചിട്ടില്ല, മൊബൈലിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അങ്ങനെ തന്നെ പോകും. പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ചുമ്മാ നോക്കി ടൈം കളയാതെ ഇപ്പൊ നോക്കുവാണെങ്കിൽ തന്നെ ഇത്ര ടൈമിനുള്ളിൽ അത് നിർത്തണം എന്ന് തീരുമാനിച്ച് നിർത്തുമായിരുന്നു. ഈ LDC കൊണ്ട് മോൻ എന്തായാലും ഒതുങ്ങത്തില്ല എന്ന് എനിക്കറിയാം. ഇനി എന്താ സ്വപ്നം? സ്വപ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ സെക്രട്ടേറിയറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് കിട്ടണം എന്നുണ്ട്. കിട്ടും. മെയിൻസ് ബാച്ചിലുണ്ട്, ഇപ്പോൾ മെയിൻസ് ബാച്ചിലുണ്ട്. നോക്കി പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ. അത്യാവശ്യം നോക്കുന്നുണ്ട്. ഒരു ഡിഗ്രി ലെവലാണ് കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇനി PSCയിലേക്ക് വരാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അഞ്ജനയുടെ ഒരു അനുഭവത്തിൽ നിന്ന് അവരോട് എന്താ പറയാനുള്ളത്? PSC എല്ലാവരും പറയും PSC പഠിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടാൻ പാടാ എന്നൊക്കെ പൊതുവേ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയാൽ നമുക്ക് എന്തായാലും കിട്ടും, അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് PSCയിൽ സ്വന്തം ജില്ലയിൽ എഴുതാൻ കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ പറ്റൂല, ഇത് നമുക്ക് പറ്റുന്ന ഫീൽഡ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പത്തനംതിട്ടക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്?
KPSC വേണം എന്ന് ആഗ്രഹം തോന്നിയാൽ ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാമാണ് പത്തനംതിട്ട തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്വന്തം വീട്ടിൽ നിന്ന് പോയി ജോലി കഴിഞ്ഞ് വൈകിട്ട് സ്വന്തം വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീല്. അങ്ങനെ കിട്ടാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സാമിലാണ് നമുക്കത് കിട്ടാനും സാധ്യത. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ എന്തിനാ ആ ഒരു അവസരം കളയുന്നത്? നമ്മൾ ശരിക്കും പഠിക്കുക. വേക്കൻസിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ നന്നായിട്ട് നമ്മുടെ 100% ഇട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും, റാങ്ക് നല്ല റാങ്ക് കിട്ടും. പിന്നെ വേക്കൻസിയെക്കുറിച്ച് ബോധരേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ നന്നായി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതെ, അപ്പോൾ പിന്നെ നമ്മൾ വേക്കൻസിയെ കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യമില്ല. ആദ്യ റാങ്കിൽ വന്നാൽ എന്തായാലും ജോലി കിട്ടും. അതെ. അപ്പോൾ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ചെറിയ ജില്ല ഒരു പ്രശ്നമല്ല, വേക്കൻസികളൊരു പ്രശ്നമല്ല. നമ്മൾ നന്നായി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നന്നായി പഠിക്കുക. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയെത്തും. ഒരു കുഞ്ഞിനോടൊപ്പം ഇരുന്ന് പഠിച്ച് പത്തനംതിട്ട ജില്ലയിൽ 1ാം റാങ്ക് നേടിയ അഞ്ജനയുടെയും അഞ്ജനയുടെ കഷ്ടപ്പാടിൻ്റെയും കഥ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. അപ്പോൾ അഞ്ജന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ അഞ്ജനയെ തേടിയെത്തട്ടെ. അഞ്ജനയുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അഞ്ജന പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സർ.